ക്രൂശിൽ കിടക്കുമ്പോഴും അവനെ പരിശുദ്ധാത്മാവ് വിളിച്ചതും കള്ളനെന്ന് അല്ലേ? യേശുവിന്റെ അടുത്ത് ക്രൂശിൽ കിടന്നവനെ കള്ളനെന്നാ വിളിച്ചത്. കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടവനും കള്ളനുമായ ആ മനുഷ്യൻ ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചപ്പോ, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ, ഞാനത് ഒന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ശിഷ്യന്മാരോടൊന്ന് പറയാം. ഞാൻ അവർ നിന്നെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് തിരക്കി. എന്തുവാന്ന് വെച്ചാൽ ആലോചിച്ച് ഞങ്ങൾ കൗൺസിൽ കൂടി ചിന്തിച്ച് ചെയ്യാമെന്നല്ലല്ലോ എന്റെ കർത്താവ് പറഞ്ഞത്. ഇന്ന് നീ പ്രാർത്ഥിച്ച ഇന്ന്, നീ പാപമേറ്റു പറഞ്ഞ ഇന്ന്, നീ കുറ്റം സമ്മതിച്ച ഇന്ന്, നീ പറുദീസയിൽ എവിടെയെങ്കിലും ഇരിക്കുമെന്നല്ല, എന്നോട് കൂടെ ഇരിക്കും. ഒരു കള്ളനെ പിടിച്ച് സ്വന്തം കസേരയുടെ അടുത്തിരുത്തിയ യേശു, സംഘടനകൾ വെച്ച പിപ്പിളിക്കലല്ലാത്ത സിസ്റ്റങ്ങളും നടപടിക്രമങ്ങളും ദൂരെ എറിഞ്ഞിട്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുവാൻ ദൈവസഭയോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയാം.